ശ്രീ എസ് കെ സജീഷ്, നമുക്ക് ആ പരിമിതികളിലൂടെ ഒന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സമയമാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ശ്രീ സജീഷ് താങ്കൾക്ക് തോന്നുന്നത്? ഡോക്ടർ ലാൽ പറഞ്ഞത് ശരിയാണ്. പരിമിതികളിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. നമ്മുടെ ഒരു സഹോദരൻ്റെ ജീവൻ അവിടെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അതിന് കൂട്ടായ പരിശ്രമമാണ് നടത്തേണ്ടത്. ആ കൂട്ടായ പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല നിലയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മന്ത്രി ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിലേക്ക് കടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു. സത്യത്തിൽ കേരളത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം പോലും അവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ നിലയിൽ ഇടപെടാൻ നമുക്ക് സാധിച്ചു. മാത്രവുമല്ല, കേരളത്തിൽ നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾ ഇടപെട്ടു എന്നാണല്ലോ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. GPR സിഗ്നൽ ഉൾപ്പെടെ നമ്മൾ കേരളത്തിൻ്റെതായ വഴിയിൽ എടുത്തു കൊടുത്തപ്പോഴാണ് അത്തരം സംവിധാനങ്ങൾ അനുസരിച്ച് അവിടെ അവർ തെരച്ചിൽ നടത്താൻ ഉൾപ്പെടെ ശ്രമിച്ചത്. കലക്ടർക്ക് ആ GPR സിഗ്നൽ ഉൾപ്പെടെ നമ്മളാണ് നൽകിയത് എന്നതുൾപ്പെടെ മന്ത്രിയുടെ വിശദീകരിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസൃതമായ രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഈ കാലത്തെ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യജീവൻ രക്ഷിച്ചെടുക്കാനുമുള്ള പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. അതിനകത്ത് പല പരാതികളും ഈ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ പലരും ഉന്നയിക്കുന്നുണ്ട്. ആ പരാതികൾ കേൾക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ നമ്മൾ കാണിക്കുന്ന ചില രീതികളും നമ്മുടെ ഇടപെടലുമെല്ലാം ഉണ്ട്. അത്രത്തോളം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഈ വാർത്തകളും മറ്റും കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ആ രീതിയിൽ ആകെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണിത്. അതിന് എല്ലാ വിധത്തിലുള്ള സഹകരണവും സംവിധാനവും എല്ലാം കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി സാങ്കേതിക വിദ്യ കൂടി യോജിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മനുഷ്യജീവൻ രക്ഷിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ശ്രീ സജീഷ്, നമ്മൾ എത്ര ആവശ്യപ്പെട്ടിട്ടും അവർക്ക് ചില പരിമിതികളുണ്ട്. അതാണ് ശ്രീ KB ഗണേഷ് കുമാർ കുറച്ചു മുമ്പേ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയം പറയേണ്ട ഈ ഘട്ടത്തിൽ നിന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം കുറ്റപ്പെടുത്തി പറയുന്നില്ല. അത് തന്നെയാണ് നമുക്കിപ്പോഴും വേണ്ടത്. കുറ്റപ്പെടുത്തുകയല്ല, അവർ ചെയ്യട്ടെ. പക്ഷേ അവർക്ക് അത് പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന നമ്മുടെ ചില ഇടപെടലുകൾ നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളും ചോദ്യങ്ങളുമാണ്. അത് എത്ര കാത്തിരിക്കാൻ പറ്റും അർജുൻ്റെ ഒരു ജീവൻ വെച്ച്? അല്ല, അതിൽ ഇടപെടും എന്ന് തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് നല്ല ഇടപെടലുകൾ ഉണ്ടാകട്ടെ, നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. അല്ലാതെ ഇവിടെ കേരളത്തിൽ ചില മാധ്യമങ്ങളും ചില ആളുകളും, ഞാനിപ്പോൾ ഒന്നും വിമർശിക്കുന്നില്ല, ഏത് ദുരന്തമുഖത്തും സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം കാണുന്ന ഒരു രീതി ഈ കേരളത്തിലുണ്ട്. ആ രീതി നമ്മൾക്ക് എല്ലാ സ്ഥലത്തും നമുക്കങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ആ രീതി കേരളത്തിൽ മാത്രമുള്ള ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. സത്യത്തിൽ നമ്മൾ കാണേണ്ടത്, കേരളത്തിൽ നമുക്ക് സാധാരണഗതിയിൽ പറയാം, കണ്ണുള്ളപ്പോഴാണ് കണ്ണ് നഷ്ടപ്പെട്ടാലാണ് കണ്ണിൻ്റെ വിലയറിയൂ എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു രീതിയെക്കുറിച്ച് പലപ്പോഴും കൃത്യമായി മനസ്സിലാക്കുന്നതിന് പോലും തയ്യാറാകാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോലും തയ്യാറാകാതെ എന്ത് ചെയ്യാണ്, രൂക്ഷമായ വിമർശനങ്ങളും മാത്രം ഉന്നയിക്കുന്ന ചില മാധ്യമ രീതികളും ചില രീതികളുമെല്ലാം കേരളത്തിലുണ്ട്. അതൊന്നും നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കേണ്ടതില്ല. പകരം നമുക്ക് ഈ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായ ഇടപെടലുണ്ടാകണം. ആ ഇടപെടൽ നടക്കുന്നതിന് കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും കർണാടക സർക്കാരിൻ്റെ മുകളിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, മറ്റ് മന്ത്രിമാർ ഇടപെട്ടിട്ടുണ്ട്. കലക്ടർ അതിന് ചുമതല ഏകോപിപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മുടെ ആശങ്ക കൂടി പരിഹരിക്കുന്ന രീതിയിൽ അവിടെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ നമുക്ക്.